إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد اتقوا الله إن الله خبير بما تعملون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതോ വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും രാത്രികളും ഓരോ നിമിഷങ്ങളും കൃത്യമായി ഹദീസിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇങ്ങനെ: ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുജനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു മസ്ഊദ് ഒരു സാധുവായ സഹാബിയാണ്, മെലിഞ്ഞൊട്ടിയൊരു ശരീരമുള്ള മനുഷ്യൻ, പ്രവാചകന്റെ കൂടെ എന്നും ജീവിച്ച മനുഷ്യൻ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ. അദ്ദേഹത്തോടായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഇഖ്റ അലയ്യ ഖുർആൻ, എനിക്ക് കുറച്ച് ഖുർആൻ ഓതിത്തം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതമായി. അദ്ദേഹം നബി തങ്ങളോടായി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക വ അലൈക ഉൻസൽ, അല്ലാഹുവിൻ്റെ റസൂലെ, ഖുർആൻ ഇറങ്ങിയത് അങ്ങക്കല്ലേ? അങ്ങല്ലേ എൻ്റെ ഉസ്താദ്, അങ്ങല്ലേ എൻ്റെ ഗുരു, ഞാൻ അങ്ങക്ക് ഖുർആൻ ഓതിത്തരുകയോ? അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. നിബിതങ്ങൾ അതെ എന്ന് പറഞ്ഞുകൊണ്ട് തലയാട്ടി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേട്ടാസ്വദിക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചു.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസാ ആണ് പാരായണം ചെയ്യുന്നത്. ഹൃദയാഹാരിയായ മനോഹരമായിട്ടുള്ള ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 8ഓളം പേജുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി. നബിതങ്ങൾ അടുത്തിരുന്നുകൊണ്ട് സാമൂഹ്യം ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ഓത്തിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ഒരു ഘട്ടമെത്തിയപ്പോൾ 8 പേജ് പൂർത്തിയായപ്പോൾ ഇബ്നു മസ്ഊദെ മദി എന്ന് ഒരു വിളി കേട്ടു, വാക്ക് കേട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ പാരായണം നിർത്തി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. ഹദീസിന്റെ വരികളിൽ കാണാൻ സാധിക്കും, ഞാൻ കൺതുറന്ന് നോക്കിയപ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുകയായിരുന്നു. അവസാനം ഞാൻ സൂറത്തുൽ നിസായിൽ ഓതി നിർത്തിയ ആയത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചത്. അത് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്നുള്ള ആയത്തായിരുന്നു ഏറ്റവും ഒടുക്കം ഞാൻ ഓതി നിർത്തിയത്. എന്തായിരുന്നു ആ ആയത്തിന്റെ അർത്ഥം? ആ ആയത്തിലെ എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചു കളഞ്ഞത്? ആ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നാളെ മരണാനന്തരമുള്ള മാശറയുടെ ജീവിതത്തിൽ, വിചാരണയുടെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് വന്ന ഓരോ മനുഷ്യകുലത്തെയും അവന്റെ മുമ്പിൽ സന്നിഹിതരാക്കും, ഹാജരാക്കും. ആ ഹാജരാക്കുന്ന കൂട്ടത്തിൽ സമൂദ് ഗോത്രത്തിലുണ്ടാകും. ആ സമൂദ് ഗോത്രത്തിന്റെ മുമ്പിൽ സാലിഹ് അലൈഹിസ്സലാമിനെ നിർത്തിക്കൊണ്ട് ആ സമൂദ് ഗോത്രത്തെ വിചാരണക്ക് വിധേയമാക്കും. ഹൂദ് അലൈഹിസ്സലാമിനെ നിർത്തിക്കൊണ്ട് ആദ് സമൂഹത്തെ വിചാരണക്ക് വിധേയമാക്കും. ഈജിപ്തിലെ കോപ്റ്റിക് വംശജരെ വിചാരണ ചെയ്യുമ്പോൾ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായ മൂസ അലൈഹിസ്സലാമിനെ സാക്ഷിയാക്കും. ഫലസ്തീനിലെ അരാമിയ ജനതകളെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയായ ഈസാ അലൈഹിസ്സലാമിനെ അവന് മുമ്പിൽ സാക്ഷിയാക്കും. ഇങ്ങനെ ഓരോ സമൂഹത്തെയും സമുദായത്തെയും ഗോത്രത്തെയും വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവരിലേക്ക് അയക്കപ്പെട്ട നബിയെ സാക്ഷിയാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ടായിരിക്കും അള്ളാഹു വിചാരണ ചെയ്യുക. അന്നത്തെ ദിവസം ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബിയെ, നിങ്ങളുടെ ജനതയില്ലേ, നിങ്ങളുടെ ഉമ്മത്തില്ലേ, നിങ്ങളുടെ സമുദായമില്ലേ, നീ നിയോഗിക്കപ്പെട്ട, നിന്നെ ഞാൻ അയച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒടുക്കത്തിലുള്ള സമുദായമില്ലേ, അവരിലെ ഓരോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിചാരണ ചെയ്യുന്ന വേളയിൽ നിന്നെ ഞാൻ സാക്ഷിയാക്കട്ടോ, നീ കണ്ണുകൊണ്ട് കാണണട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പോയതിന്റെ പിറകിലുള്ള കാരണം, എൻ്റെ ഉമ്മത്തിലെ ഓരോ ആളുകളും രക്ഷപ്പെടുമോ? എൻ്റെ ഉമ്മത്തിലെ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും രക്ഷപ്പെടുമോ? എൻ്റെ ഉമ്മത്തിലെ ഓരോ മനുഷ്യരുടെയും അവസ്ഥ എന്തായിരിക്കും? അതിലാരൊക്കെ നരകത്തിന്റെ അവകാശിയായിക്കൊണ്ട് നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോകും? എല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാവൂലേ എന്നൊരു വേവലാതി, എന്നൊരു വെപ്രാളം, എന്നൊരു പേടിയുടെ പേരിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയത്. തന്റെ ജീവിതകാലം മുഴുവൻ ഒരു ഉമ്മത്തിന് വേണ്ടി ജീവിച്ചു തീർത്ത ഒരു മനുഷ്യൻ, 24 മണിക്കൂറും പകലും രാത്രിയും ഒരു ഉമ്മത്തിനെ കുറിച്ച് വേവലാതിപ്പെട്ട് മരിച്ച ഒരു മനുഷ്യൻ. ആ വേവലാതിക്കടയിൽ തന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ പോലും മറന്നുപോയവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് നിങ്ങളൊക്കെ കേട്ട ഹദീസായിരിക്കും. ആ ഹദീസ് ഇങ്ങനെയാണ്: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരരാവുന്നത് വരെ നിങ്ങളിൽ ആരും മുഅ്മിനീങ്ങളാവുകയില്ല. നിങ്ങൾ എല്ലാവരും കേട്ട ഹദീസാണ് അല്ലേ? എല്ലാവരും കേട്ട ഹദീസാണ്. പക്ഷെ ഞാൻ പറയുന്നു, ആ ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ല. ആ ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ല. ആ ഹദീസിന്റെ അർത്ഥം ശരി എന്താണെന്ന് അറിയുമോ? നിബിധങ്ങൾ ആ ഹദീസിന്റെ വരികൾക്കിടയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനെന്ന മുഹമ്മദ്, എനിക്കെന്റെ ഭാര്യയായ ആയിഷയേക്കാൾ,
എനിക്ക് എന്റെ പ്രിയപ്പെട്ട എന്റെ പെൺകുട്ടികളായ സൈനബും ഫാത്തിമയേക്കാൾ, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരായ പേരക്കുട്ടികളായ ഹസൻ ഹുസൈനേക്കാൾ, എനിക്ക് എന്റെ ഉപ്പയായ അബ്ദുള്ളയെയും ആമിനയേക്കാൾ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു. ലോകത്തുള്ള എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ മക്കളെക്കാൾ, മറ്റെല്ലാവരെക്കാളും നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു. എന്റെ ഉമ്മത്തെ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാതെ പറയുകയാണ്. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ ഈ ഖുർആൻ എത്തിക്കുന്നതിന് വേണ്ടി ഈ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചത്. നബി എന്ന റിസാലത്ത് ഏറ്റെടുത്തതിന്റെ പേരിലുള്ള എല്ലാ വേദനകളും സഹിച്ചത് അതിന്റെ പേരിലാണ്. ഒരുപ്പ ഒരുമ്മ മക്കളോട് ഉപദേശിക്കുന്നത് പോലെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു മേഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂല. അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൽ ഏതെങ്കിലും ഒരു ഖുർആനിന്റെ പദം നിങ്ങളിലേക്ക് എത്തിപ്പിക്കാതെ നിബിധങ്ങൾ വൈമനസ്യം കാണിച്ചതായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രവാചകന്റെ ഒരു ഹദീസ് വായിച്ചു. അതെങ്ങനെയാണ്? ഖമ്മിറു അൽ ആനിയ വഅജീഫു അൽ അബ്വാബ് വഅത്ഫിഉ അൽ മസാബീഹ്. ഹദീസിന്റെ അർത്ഥം എങ്ങനെയാണ്? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീട്ടിലുള്ള ഉമ്മ മക്കളോട് പറയൂലേ, അതിന് കുട്ടിടണേ, താക്കോലോട്ട് കൂട്ടണേ, നെയ്റ്റൊക്കെ ഓഫാക്കണേ എന്ന് വളരെ ലാളിത്യത്തോടെ മക്കളോട് പറയുന്ന ഒരു ഉമ്മയെ പോലെ, ഒരു ഉപ്പയെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ. നിങ്ങൾ രാത്രി കാലങ്ങളിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ പാത്രം മൂടി വെക്കണേ. കാരണം എങ്ങാനും ആ പാത്രത്തിലേക്ക്, ഭക്ഷണത്തിലേക്ക് വല്ല വസ്തുക്കളും വല്ല ജീവികളൊക്കെ വന്നിട്ട് വീണിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷബാധ ഏൽക്കുമേ. തീർന്നില്ല, വാതിലുകൾ കുറ്റിയിടണേ, കള്ളം കയറുന്നത് നിങ്ങൾ സൂക്ഷിക്കണമേ. വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അണച്ചിട്ട് മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അഥവാ കത്തുന്ന തീയോടുകൂടി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കത്തി പടരാനും നിങ്ങൾ കത്തി അമരാനും കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ അർത്ഥത്തിൽ 1400 വർഷങ്ങൾക്കപ്പുറവും ഒരു മനുഷ്യൻ തന്റെ ഉമ്മത്തിനെ, തന്റെ ജനതയ്ക്ക് വേണ്ടി ജീവിച്ചു തീർത്തതിന്റെ തെളിവുകൾ, വരികൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകന് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പക്ഷെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ ജീവിച്ചിട്ടില്ല. തന്റെ മക്കൾക്ക് വേണ്ടി ആ മനുഷ്യൻ ജീവിച്ചിട്ടില്ല. തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി അവർ ജീവിച്ചിട്ടില്ല. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ്. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ദുനിയാവിൽ അധ്വാനിക്കുന്നത്, ഗൾഫിൽ പോകുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ അധ്വാനിച്ച് ഭാര്യക്കും മക്കൾക്കും എന്തെങ്കിലും കൊണ്ടു കൊടുത്തത് നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. അത് അവർ ആസ്വദിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആനന്ദിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവനുണ്ടായിരുന്നത് ആ മനുഷ്യൻ അധ്വാനിക്കാത്തതിന്റെ പേരിലല്ല, മറിച്ച് തന്റെ ജീവിതം മുഴുവനായിട്ട് ഈ റിസാലത്തിന്റെ, ഈ നുബുവത്തിന്റെ, പ്രവാചകത്വത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ജീവിതം കൊടുത്തപ്പോൾ വീട്ടിൽ പട്ടിണിയായിപ്പോയി. ഇന്ന് വായിച്ചു ഒരു ഹദീസ് വായിച്ചു. ആ ഹദീസ് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. ഉർവ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനായ നബിയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. അന്ന് 3 പൗർണമികൾ ഞാൻ കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ 2 മാസക്കാലം ഞങ്ങളുടെ വീടുകളിൽ തീ കത്തിയിരുന്നില്ല, അടുപ്പ് കൂട്ടിയിരുന്നില്ല. 2 മാസക്കാലം കണ്ടിന്യൂ ആയിട്ട് തീ കത്തിച്ചിട്ടില്ല. അത്ഭുതമായി. ഉമ്മ, പിന്നെ നിങ്ങൾ എന്താണ് കഴിച്ച് ജീവിച്ചത്? നിങ്ങൾ വെള്ളം കുടിക്കും, ഈത്തപ്പഴം തിന്നും. നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത അൻസാരികളായ ചില സഹാബികളുടെ വീടുകളുണ്ടായിരുന്നു. അവര് ചിലപ്പോ പാല് കൊണ്ടുതരും. ആ പാല് കിട്ടിയത് നിങ്ങൾ കുടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയോടുകൂടി ജീവിച്ചു നിൽക്കും. ആ ദാരിദ്ര്യത്തിന്റെ പരിവർത്തനത്തിന്റെ ജീവിത നിബിധങ്ങൾ ഏറ്റുവാങ്ങിയത് തന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും ഒരു ഉമ്മത്തിന്റെ ഹിദായത്തിന് വേണ്ടി ടൈം കൊടുത്തപ്പോഴാണ്. പലപ്പോഴും ഈ മിമ്പറിന്റെ ഖുത്ബകളിൽ നമ്മൾ പരാമർശിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സക്കറാത്തിന്റെ മരണത്തിന്റെ നിമിഷങ്ങളുണ്ട്. ഞാനിത് കെട്ടുകഥയായി പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളുടെയും റഹീഖുൽ മഖ്തൂം പോലുള്ള പ്രവാചകന്റെ ബയോഗ്രഫി എഴുതപ്പെട്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുമ്പോൾ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്.
ഇന്ന് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങി അല്ലാഹുവിലേക്ക് യാത്ര പോയത് റബീഉൽ അവ്വൽ 11 തലേ ദിവസം രാത്രി. കൃത്യം പറഞ്ഞാൽ 1400 വർഷങ്ങൾക്കപ്പുറം തലേ ദിവസം രാത്രി പ്രവാചകന്റെ വീട്ടിൽ ഇരുട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിലേക്ക് നിബിതങ്ങളെ സക്രാത്തിന്റെ വേദനയിൽ ആരെങ്കിലും കാണാൻ വരുന്ന സമയത്ത് പ്രവാചകന്റെ മുഖമൊന്നും മുഴുവനായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിളക്ക് പ്രവാചകന്റെ വീട്ടിന്റെ അകത്തില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രവാചകന്റെ ഓട്ടോബയോഗ്രഫി പരിശോധിക്കാം, പ്രവാചകന്റെ ചരിത്രം വായിച്ചു നോക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകന്റെ മുഖത്തെ ആളുകൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ മതിയായ എണ്ണയില്ലാത്തതിന്റെ പേരിൽ തൊട്ടടുത്തുള്ള അയൽപ്പക്കത്ത് പോയിട്ട് ഞാൻ എണ്ണ വാങ്ങിക്കൊണ്ടുവന്നു. അത് കത്തിച്ചിട്ടാണ് രോഗശമനരായി സക്രാത്തിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അവർ കണ്ടത്. ആ ദാരിദ്ര്യം ഉണ്ടായത് ഒരു മനുഷ്യൻ തന്റെ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചപ്പോഴാണ്. ഒരു മനുഷ്യൻ ഈ ഖുർആൻ ഉമ്മത്തിന് എത്തിക്കാൻ വേണ്ടി ഓടി നടന്നപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തുള്ള മനുഷ്യനായിരുന്നു. ഹാഷിം കുടുംബം മക്കത്തിലെ ഏറ്റവും ധനാഢ്യനായ കുടുംബമായിരുന്നു. അബ്ദുൽ മുത്തലിബ് ധനാഢ്യനായിരുന്നു. അബൂ താലിബ് ധനാഢ്യനായിരുന്നു. ഈ സമ്പത്ത് അവിടെ പോയി. 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി അധ്വാനിച്ച് സിറിയയിലും യമനിലും പോയി അധ്വാനിച്ച് നല്ലൊരു കച്ചവടക്കാരനായി പോയിരുന്നു. ആ സമ്പത്ത് അവിടെ പോയി. നബി എന്നാണ് കച്ചവടം നിർത്തിയത്? തന്റെ ഉമ്മത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കച്ചവടം നിർത്തി ഉമ്മത്തിന് വേണ്ടി ഓടി നടന്നു, പട്ടിണി സഹിച്ചു. നബിതങ്ങൾക്ക് ഭാര്യയോടും മക്കളോടുള്ള സ്നേഹത്തെ പറ്റി പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന പേരക്കുട്ടികളോട് വല്ലാത്ത ഇഷ്ടമുണ്ട്. അവരോട് ഏറെ ഇഷ്ടവും സ്നേഹവുമുള്ള ഒരു നബി ആയിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ പോവായിരുന്നില്ലേ? അവർക്ക് വേണ്ടി കച്ചവടം ചെയ്യായിരുന്നില്ലേ? അവർക്ക് വേണ്ടി ദുനിയാവ് ഉണ്ടാക്കാൻ പോവായിരുന്നില്ലേ? ആ മനുഷ്യൻ അവർക്ക് വേണ്ടി ദുനിയാവ് ഉണ്ടാക്കുന്ന പകരം നമ്മളെ ആഖിറത്തിന് വേണ്ടി നബിതങ്ങളോട് നടന്നു. പലപ്പോഴും ഞാൻ എന്റെ സാക്ഷിയാവുന്നവരോട് പറയുന്നവരാണ്, റസൂലുള്ളാഹിനോട് നമുക്കുള്ള ഏറ്റവും വലിയ കടപ്പാട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പറഞ്ഞു തന്ന ഒരേ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജീവിതം എന്താണ്, മരണം എന്താണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്ന് പറഞ്ഞു തന്ന മനുഷ്യൻ ഒരേ ഒരു മനുഷ്യനാണ്. അല്ലാഹു ഉണ്ടെന്നും ഖുർആനുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു തന്നത് ആ ഒരൊറ്റ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ജുമാകൾ ഉണ്ടാവുമായിരുന്നില്ല, ഇന്ന് വെള്ളിയാഴ്ചകൾ ഉണ്ടാവുമായിരുന്നില്ല, ഇന്ന് പള്ളികൾ ഉണ്ടാവുമായിരുന്നില്ല, ഇന്ന് മാപ്പുറകൾ ഉണ്ടാവുമായിരുന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്ന ഒരു മുസ്ലിം പോലും ഈ ലോകത്തുണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യൻ അനുഭവിച്ച പട്ടിണിയുടെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ, കരച്ചിലുകളുടെ മനുഷ്യനായിരുന്നു, മലക്കായിരുന്നില്ല. ഒരു മനുഷ്യന് ദുഃഖങ്ങൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും. അതെല്ലാം അടക്കി പിടിച്ച് അദ്ദേഹം ജീവിച്ചു. ഫാത്തിമയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫാത്തിമ നബി തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്. ലോകത്തുള്ള മറ്റാരേക്കാൾ നബി തങ്ങൾക്ക് ഇഷ്ടം ഫാത്തിമയാണ്. ഒരിക്കൽ ഒരുപാട് ദിവസം പട്ടിണി കിടന്നതിന് ശേഷം വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ അന്ന് മക്കയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന ദിവസങ്ങളായിരുന്നു. നബി തങ്ങൾ പള്ളിയിലേക്ക് പോയി. വിശപ്പ് കാരണം പള്ളിയിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്. എന്താ കാര്യം ചോദിച്ചു. വിശപ്പ് കൊണ്ട് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവര് മദീനയുടെ ടൗണിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല, ഒന്നും കഴിക്കാനൊന്നുമില്ല. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ സ്വന്തം നാട് കുടുംബം എല്ലാം വിട്ടുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും നബി തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന് പറയുന്ന മദീനത്തെ ഒരു സഹാബി കൂട്ടിക്കൊണ്ടുപോയി. അവർക്കായി പത്തിരി ഉണ്ടാക്കി, അവർക്കായി ഭക്ഷണം വിളമ്പി. നബിതങ്ങൾ അതിൽ നിന്നൊരു ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പത്തിരി എടുത്തു. അതിൽ അല്പം മാംസം വെച്ചിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലുള്ള വൃത്തിന് കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ മകളായ ഫാത്തിമക്ക് കൊടുത്തയക്കൂ. ഫാത്തിമയുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലായിട്ട് ഒരുപാട് കാലായി. അലിയുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലായിട്ട് ഒരുപാട് കാലായി. അവിടെ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന പേരക്കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണം ഇല്ലാതായിട്ട് ഒരുപാട് കാലായി. എന്തേ നബിതങ്ങൾക്ക് അധ്വാനിച്ചുകൂടായിരുന്നോ? മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടായിരുന്നോ? പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടായിരുന്നോ? ഈ ഉമ്മത്തിന്റെ, ഈ റിസാലത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ പേരിൽ ആ മനുഷ്യൻ പട്ടിണി സഹിച്ചു. പേരക്കുട്ടികൾ പക്ഷെ പട്ടിണി സഹിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ഹദീത്ത് വായിക്കുകയുണ്ടായി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീത്ത് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വന്തം നാടായ മക്കൊക്കെ വിട്ട് മദീനയിൽ എത്തിയതിനു ശേഷം മദീനയിലുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ആ തോട്ടങ്ങളിൽ പോയി പണിയെടുക്കും. അങ്ങനെ കിട്ടിയ വക കൊണ്ടാണ് ഞാനും ഫാത്തിമയും ഞങ്ങളുടെ മക്കളായ ഹസനും ഹുസൈനും ജീവിച്ചു പോയത്.
ഫാത്തിമയാണ് വീട്ടിലുള്ള എല്ലാ പണികളും എടുത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൾ ഫാത്തിമ തന്നെ മാവരക്കും. ആ മാവരക്കുന്നത് കാരണമായിട്ട് ഫാത്തിമയുടെ കയ്യിലൊക്കെ മുറിവ് വരാൻ തുടങ്ങി, തയമ്പ് വരാൻ തുടങ്ങി. ദൂരങ്ങളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരണം. അത് കാരണമായിട്ട് ഫാത്തിമയുടെ മുതുകിലും ശരീരത്തിലും ശരീരവേദനയും എല്ലാ വേദനയും അനുഭവിക്കും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഫാത്തിമ ആകെയുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് വീടൊക്കെ വൃത്തിയാക്കുക, ക്ലീനാക്കുക, അടിച്ചു വൃത്തിയാക്കുക. അങ്ങനെ അടിച്ചു വൃത്തിയാക്കുമ്പോൾ ശരീരമാസകലം പൊടി കൊടുക്കും. ആകെ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന ഫാത്തിമാനെ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി, വലിയ ദുഃഖമായി. ഞാൻ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ ഉപ്പാന്റെ അടുക്കൽ കുറച്ച് അടിമകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹദീസുകൾ പരിശോധിച്ച് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫാത്തിമ, നബി തങ്ങളുടെ അടുക്കൽ കുറച്ച് അടിമകൾ വന്നിട്ടുണ്ട്, കുറച്ച് സേവകർ വന്നിട്ടുണ്ട്, പണിയെടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വന്നിട്ടുണ്ട്. നീ പോയിട്ട് ഉപ്പാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ തരും. ഫാത്തിമ റളിയല്ലാഹു അൻഹ മനസ്സലോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. നമ്മൾ ആലോചിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുൽ മുനവ്വറയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയാണ്, ഭരണാധികാരിയാണ്. അന്നത്തെ ഹിജാസ് മുഴുവൻ, നജ്ദും നജ്റാനും മദീനയും മക്കയും എല്ലാം അടക്കി വന്ന ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ മുമ്പിലേക്കാണ് ദാരിദ്ര്യം പറയാൻ വേണ്ടി മോള് പോകുന്നത്. പോയപ്പോൾ നബിതങ്ങളുടെ അടുക്കൽ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി, മറ്റു കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നയതന്ത്ര പ്രതിനിധികൾ, മറ്റു ഗോത്രങ്ങളിൽ വലിയ നേതാക്കന്മാർ. അവരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് തന്റെ ആവശ്യം ചോദിക്കാൻ നാണമായി, ലജ്ജയായി. ഒന്നും ചോദിക്കാതെ കുറെ നേരം അവിടെ നിന്നതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്നും ചോദിക്കാതെ മടങ്ങി വന്നു. ഫാത്തിമ വന്നതും ഒന്നും ചോദിക്കാതെ മടങ്ങിപ്പോയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരക്കുകൾക്കെല്ലാം ശേഷം ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി, അലി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. ഫാത്തിമ, എന്തിനാണ് നീ എന്റെ അടുക്കൽ വന്നത്? എന്തോ ചോദിക്കാൻ വേണ്ടിയാണ്, എന്തോ ആവശ്യം പറയാൻ വേണ്ടിയാണ്. എന്താണ് ഫാത്തിമ നീ വന്നത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. പക്ഷേ ഉപ്പാന്റെ കയ്യിലെല്ലാം ഉണ്ട്. ഉപ്പ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മക്കയിലെ മദീനയിലെ സമ്പന്നരായ സഹാബാക്കൾ എന്തും വാരിക്കോരി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഉപ്പാനോട് തന്റെ ദുനിയാവിന്റെ ഒരു കാര്യം പറയാനുള്ള ആ ലജ്ജയുടെ പേരിൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്നും പറഞ്ഞില്ല. ഹദീസിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വായിക്കാം. ഫാത്തിമ ഒന്നും പറഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ്, ഉപ്പ, ഞാനാണ് അവളെ അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്. ഞാനാണ് അവളെ അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്. വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ട് അവൾ വല്ലാതെ ക്ഷീണിച്ചു. ശരീരം വേദനിക്കാൻ തുടങ്ങി, കയ്യിൽ കയമ്പ് കെട്ടാൻ തുടങ്ങി, നടക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയാണ്. ശരീരമാസകൾ പൊടിപിടിച്ചു. അവൾക്ക് കുറച്ച് വിഷമം വേണം. വീട്ടിൽ അവളെ സഹായിക്കാൻ വല്ല സേവകരും ഉണ്ടോ എന്ന് കിട്ടാൻ വേണ്ടി അങ്ങയുടെ അടുക്കൽ ഒരുപാട് അടിമകൾ വരുന്നുണ്ട്, വീട്ടുപണിയെടുക്കുന്ന സേവകരൊക്കെ അങ്ങയുടെ അടുക്കൽ എത്തുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാനാണ് അവരെ പറഞ്ഞു വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് ഇഷ്ടമുള്ള പ്രവാചകരല്ലേ, മകളോട് ഇഷ്ടമുള്ള ഉപ്പല്ലേ? അങ്ങനെയുള്ള ഉപ്പ മകൾക്ക് അങ്ങനെ ഒരു സേവകരാക്കി കൊടുക്കൂലെ? എന്നാൽ ഹദീസിന്റെ വരികളിൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞു, യാ ഫാത്തിമ, ഇത്തഖില്ല. ഫാത്തിമ, നീ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഫാത്തിമ, വാദി ഫരീദത റബ്ബിക്. നിന്റെ റബ്ബിനോട് നിനക്ക് ഫർളുകൾ, നിന്റെ നമസ്കാരങ്ങൾ, നിനക്ക് നിന്റെ റബ്ബ് നിർബന്ധമാക്കിയ കർമ്മങ്ങളൊക്കെ നീ നന്നായി നിർവഹിക്കുക. നിന്റെ വീട്ടിൽ എന്തെല്ലാം പടികളുണ്ട് ആ പടികളൊക്കെ നീ സ്വന്തമായി നിർവഹിക്കുക. ഈ ദുനിയാവിൽ നീ സുഖങ്ങൾ ആസ്വദിക്കല്ലേ, ഈ ദുനിയാവിൽ നീ സുഖങ്ങൾ ആഗ്രഹിക്കല്ലേ, ഈ ദുനിയാവിൽ നിങ്ങൾ സുഖങ്ങൾ ആഗ്രഹിക്കല്ലേ. നീ കിടപ്പറയിലേക്ക് എല്ലാ പണിയും എടുത്ത് ക്ഷീണിച്ച് അവശയായ ശേഷം നീ കിടപ്പറയിലേക്ക് പോകുന്ന സമയത്ത് 33 തവണ നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയും, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയും, 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയും. ഇങ്ങനെ 100 തവണയായിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചതിന് ശേഷം നീ കിടന്നുറങ്ങി. വഹാദാ ഖൈറുൽ ലക മിൻ ഖാദിമിൻ. നിന്റെ വീട്ടിൽ നിന്നെ സഹായിക്കാൻ ഒരു പണിക്കാരത്തി ഉണ്ടാവുന്നതിനേക്കാൾ നിനക്ക് ഇത് ഖൈറാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആ ഹദീസിന്റെ അവസാനത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതൊക്കെ കേട്ടതിന് ശേഷം മറുപടിയായിക്കൊണ്ട് ഉപ്പാനോട് പറയാണ്, സുബ്ഹാനഹു വ തആല വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കിത് മതി ഉപ്പ, എനിക്കിത് മതി. ഉപ്പനോട് എന്താ പറയുന്നത്? ആഖിറത്തിൽ പ്രതീക്ഷ വെക്കാനില്ലേ? ആഖിറത്തിൽ പ്രതീക്ഷ വെക്കാനില്ലേ? ഞാൻ ഈ സുഖ സൗകര്യങ്ങളും ഈ ആഡംബരങ്ങളും ഈ പ്രീമിയങ്ങളും ഈ ലക്ഷറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫാത്തിമയുടെ ജീവിതത്തിൽ വല്ല അബദ്ധങ്ങൾ സംഭവിച്ചു പോകും എന്നുള്ള പേടിയുടെ പേരിലല്ലേ ഇതൊക്കെ ഉപ്പ പറഞ്ഞിരുന്നത്? ഞാൻ അതിൽ തൃപ്തയാണ് ഉപ്പ, ഞാൻ അതിൽ തൃപ്തയാണ്.
ഒരു വേള ആ സംഭവത്തിന്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഫാത്തിമയുടെ അത്ര പോലും ആവശ്യമില്ലാത്ത മറ്റ് വീടുകളിലേക്ക്, മറ്റ് ആവശ്യങ്ങളിലേക്ക് ആ അടിമകളെയും സേവകരെയും എല്ലാം അയച്ചു കൊടുത്തിട്ട് സമൂഹത്തിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും സ്വന്തം ഫാമിലിയെ കൊണ്ട് അനുഭവിപ്പിച്ച ഒരു മനുഷ്യരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ ഉമ്മത്തിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ഓരോ ആളുകളെ കുറിച്ചും വേവലാതിയുള്ള, ടെൻഷനുള്ള, അവരെല്ലാവരും സ്വർഗത്തിലെത്തുമോ എന്നുള്ള ബേജാറോടുകൂടി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെ കുറിച്ച്, പേരക്കുട്ടികളെ കുറിച്ച് അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടായിട്ടില്ല. അവരുടെ ദുനിയാവെന്തും എന്താവും എന്നുള്ള വേദന ഉണ്ടായിട്ടില്ല. മറിച്ച് ഉമ്മത്തിലെ ഇനി വരാനിരിക്കുന്ന എല്ലാ ആളുകളുടെയും സ്വർഗത്തിനെ കുറിച്ച്, അവരുടെ ആഖിറത്തിനെ കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് അതിന്റെ ജീവിതം കഴിച്ചു തീർത്തൊരു മനുഷ്യനാണ്. എല്ലാവിധ ടെൻഷനുകളും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പ് പല നബിമാരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒരുപാട് വർഷക്കാലം തന്റെ ജനതകളെ എല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഒരുപാട് ആൾക്കാർ സ്വീകരിക്കാതിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നൂഹ് അലൈഹിസ്സലാം 950 വർഷക്കാലം തന്റെ സമൂഹത്തെ ക്ഷണിച്ചു. പക്ഷെ അവരിൽ അധിക പേരും ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അവസാനം സഹി കെട്ടിട്ട് നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ إنك إن تضرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. അല്ലാഹുവേ, എന്നെ വിശ്വസിക്കാത്ത, നിന്നെ വിശ്വസിക്കാത്ത അവിശ്വാസികളായ ഒരു മനുഷ്യരെ പോലും ദുനിയാവിൽ നീ ബാക്കിയാക്കരുത്, എല്ലാവരും നശിപ്പിച്ച് കളയണമെന്ന് നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തതായിട്ട് നമുക്ക് സൂറത്ത് നൂഹിൽ വായിക്കാൻ സാധിക്കും. കാരണം 950 വർഷക്കാലം ദഅവത്ത് ചെയ്തിട്ടും അവർ ദഅവത്ത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ക്ഷമ കെട്ടിട്ടാണ് നൂഹ് അലൈഹിസ്സലാം അത് ദുആ ചെയ്തത്. മൂസാ അലൈഹിസ്സലാം, പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണ് മൂസാ അലൈഹിസ്സലാം. ഒരുപാട് വർഷക്കാലം ബനൂ ഇസ്രായേലുകാരെ ക്ഷണിച്ചു. കുറെ വർഷം ക്ഷണിച്ചിട്ടും കുറെ വർഷം പ്രബോധനം ചെയ്തിട്ടും അവരുടെ അടുക്കൽ നിന്ന് വൈമനസ്യവും അവിശ്വാസവും മാത്രം കണ്ടപ്പോൾ മൂസാ അലൈഹിസ്സലാം പോലും തന്റെ ജനതക്കെതിരെ ദുആ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖീ ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ. അല്ലാഹുവേ, എന്റെ കാര്യവും എന്റെ സഹോദരനായ ഹാറൂന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റും. ഈ ബനൂ ഇസ്രായേലുകാരെ കൊണ്ട് ഞാൻ ആകെ ഗതികെട്ടു, എന്നെ കൊണ്ട് കഴിയൂല എന്നൊരു അവസ്ഥയിലേക്ക് മൂസാ അലൈഹി ഇസ്ലാം വരുന്നത്. ഒരു മനുഷ്യരാണ്, എല്ലാ വിചാരങ്ങളും ഉണ്ടാകും. മഹാനായ ലൂത്ത് അലൈഹി ഇസ്ലാം തന്റെ ജനതക്കെതിരെ ദുആ ചെയ്തു, ഇങ്ങനെ ചരിത്രത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ നബിമാരും അവസാനം സഹിക്കുന്ന ഒരു മൂവ്മെന്റ് എത്തുമ്പോൾ തന്റെ ജനതക്കെതിരിൽ അവർക്ക് ശിക്ഷ ഇറക്കാൻ വേണ്ടി ദുആ ചെയ്തതായി കാണാൻ സാധിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ നബിമാരെല്ലാം സഹിച്ചതിനേക്കാൾ എത്രയോ കഠിനമായിട്ടുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും എല്ലാം സഹിച്ചു. മക്കത്തുള്ള സ്വന്തം നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഹിജ്റയുടെ 10ാം വർഷത്തിൽ തായിഫ് എന്ന് പറയുന്ന തന്റെ ഉമ്മയുടെ നാട്ടിലേക്ക് ഹിജ്റക്ക് പോയത്. ആ സംഭവം ഒന്നും ഞാൻ വിശദമായി പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്ക് നന്നായി അറിയുന്ന സംഭവ വികാസങ്ങളാണ്. തായിഫിലേക്ക് പോയി തായിഫിലുള്ള ഉമ്മയുടെ ഫാമിലിയുള്ള ബനൂ സഹറ ഗോത്രത്തിലെ ഓരോ വീടുകൾ കയറിറങ്ങി ഓരോ ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചില്ല. നബിതങ്ങളെ കളിയാക്കി ഭ്രാന്തൻ എന്ന് വിളിച്ചു, മാരണക്കാരൻ എന്ന് വിളിച്ചു, വിഡ്ഢി എന്ന് വിളിച്ചു. തീർന്നില്ല. തായിഫിൽ നിന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചേക്കാം. തായിഫ് ടൗണിൽ നിന്ന് 5.5 കിലോമീറ്റർ ദൂരം, ടൗണിൽ നിന്ന് 5.5 കിലോമീറ്റർ ദൂരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട് കടത്താൻ വേണ്ടി അവിടെയുള്ള തെണ്ടിപ്പിള്ളേർ കല്ലെറിഞ്ഞുകൊണ്ട് ഭ്രാന്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി ചെരുപ്പും കാലും ഒട്ടുന്ന രീതിയിൽ കാലിൽ മുഴുവൻ ചോരയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ഓടിയത്. ആ ഓട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അശ്കൂ ളഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലാ നാസ്. അല്ലാഹു, എനിക്ക് ഈ പ്രബോധനം ചെയ്യാൻ അറിയൂല അല്ലാഹ്, എനിക്ക് വിവരമില്ല പഠിച്ചോനെ, എനിക്ക് ബുദ്ധിയില്ല, ഞാനൊരു കഴിവില്ലാത്ത മനുഷ്യനാണല്ലോ, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് സാധിക്കാത്ത രീതിയിലുള്ള ബുദ്ധി എനിക്കില്ലല്ലോ, കഴിവെനിക്കില്ലാതെ പോയല്ലോ, പ്രാഗൽഭ്യമില്ലാതെ പോയല്ലോ. അല്ലാഹുമ്മ അർഹമർ റഹീമീൻ,
കരുണാവാരിധിയായ റബ്ബേ, അല്ലാഹുമ്മ റബ്ബൽ മുസ്തഅഫീന വഅൻത റബ്ബി, അല്ലാഹുവേ ബലഹീനരായ, കൈവില്ലാത്തവരായ, വിഡ്ഢികളായ, ആരോരുമില്ലാത്തവരായ നിലാരംഭരുടെ റബ്ബ് നീയല്ലേ. വഅൻത റബ്ബി, ഞാൻ ആ നിലാരംഭരിൽപ്പെട്ടവരാണ്, ഞാൻ വിഡ്ഢികളിൽപ്പെട്ടവരാണ്, ഞാൻ കൈവില്ലാത്തവരിൽപ്പെട്ടവരാണ്. അല്ലാഹുവേ, നീ ആരിലേക്കാണ് എന്നെ ഏൽപ്പിക്കുന്നത്? അല്ലാഹുവേ, നീ എന്നെ ഏറ്റെടുക്കണമേ, എന്റെ കൈവില്ലായ്മയെ നീ എനിക്ക് ക്ഷമിച്ചു നൽകണമേ എന്ന പ്രവാചകൻ ദുആ ചെയ്യുന്ന കരച്ചിലിന്റെ ഇടയിലും ശരീരത്തിൽ നിന്ന് ഉറച്ചിറങ്ങുന്ന വിയർപ്പിന്റെയും ചോരയുടെ ഇടയിലും ഒരു നിമിഷത്തിൽ പോലും തന്റെ സമൂഹത്തിനെതിരെ, തന്റെ സമുദായത്തിനെതിരെ, തന്റെ ജനതക്കെതിരെ, തന്റെ ധിക്കരിച്ച ഉമ്മത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മരിച്ചു കിടക്കുന്ന അവസാനത്തിൽ ആയിഷയുടെ മടിയിൽ തലചിറ്റ് കിടക്കുമ്പോൾ പോലും എന്റെ ആയിഷക്ക് എന്ത് പറ്റും, ആയിഷക്കിന് ജീവിക്കാൻ വല്ല വകയുണ്ടോ, എന്റെ മക്കൾക്ക് എന്ത് പറ്റും എന്ന് ആ മനുഷ്യൻ പറഞ്ഞില്ല. ഉമ്മത്തി ഉമ്മത്തി എന്നൊരു വികാരത്തോടു കൂടി മാത്രം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ നബി, ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ നബി, ആ നബി ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ ദിവസമാണ് റബീഉൽ അവ്വൽ 12. മഹാനായ നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവസാനം സഹിക്കട്ടു, അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം ഇസ്ലാമിക പ്രബോധനം ഉപേക്ഷിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞവരായിരുന്നു യൂനുസ് അലൈഹിസ്സലാം. ആ പോക്കിനിടയിലാണ് യൂനുസ് അലൈഹിസ്സലാം ഒരു കപ്പലിൽ കയറുകയും കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിന് മത്സ്യം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ചരിത്രം ഞാൻ വിശദമായി പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഈ നബിമാരെല്ലാം സഹിക്കിടുന്ന ഒരു അവസ്ഥയുണ്ട്. ജനതകൾക്കിടയിൽ നിന്ന് അത്രയും മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കുമ്പോഴാണ് ഒരു നബിക്ക് പോലും സഹിക്കിടുന്ന അവസ്ഥ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ എത്തുമായിരുന്നെങ്കിൽ അത് എത്തേണ്ടത് ഉഹുദിലായിരുന്നു. ഉഹുദിൽ തന്റെ കൂടെ ആയിരക്കണക്കിന് വരുന്ന സഹാബാക്കളുണ്ട്. ആ സഹാബാക്കളോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ പരാജയം ഏറ്റുവാങ്ങുന്നത്. ആ ഉഹുദിലുണ്ടായിരുന്ന